ഹേ ഗൈസ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് iPhone 13 Pro Max ആണ് ഫോർ ഡാറ്റ റിക്കവറി. ഇതിലെ ഡിസ്പ്ലേയിലേക്ക് വാട്ടർ ഡാമേജ് എഫക്റ്റഡ് ആയിട്ടും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളിലേക്ക് വാട്ടർ ഡാമേജ് എഫക്റ്റഡ് ആയിട്ട് റസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് DC പവർ സപ്ലൈ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തപ്പോൾ ആഫ്റ്റർ ട്രിഗറിങ്ങിൽ ഡയറക്റ്റ് 500 ആംപിയർ ആണ് എടുക്കുന്നത്. അതിനർത്ഥം സംതിങ് ഈസ് ഷോർട്ട് ഇൻസൈഡ്. ഇനി നമുക്ക് മദർ ബോർഡ് ഒന്ന് കൂൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതിൽ കുറച്ച് കപ്പാസിറ്റേഴ്സൊക്കെ ഷോർട്ടായിട്ട് കാണുന്നുണ്ട്. ഷോർട്ടായിട്ടുള്ള കപ്പാസിറ്റേഴ്സൊക്കെ നമ്മൾ റിമൂവ് ആക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതിലെ ഗമ്മ റിമൂവ് ആക്കിയിട്ട് ഓരോ കപ്പാസിറ്റേഴ്സും ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ബേണായിട്ടുള്ള എല്ലാ കമ്പോണൻസും റിമൂവ് ആക്കിയിട്ട് DC പവർ സപ്ലൈയിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ആഫ്റ്റർ ട്രിഗറിങ്ങിലെ ആംബിയർ ബൂട്ടിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിമൂവ് ആക്കിയ കമ്പോണൻസൊക്കെ റീഫിക്സ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ വർക്കിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ഓൾഡ് ഡിസ്പ്ലേയിൽ നിന്ന് ന്യൂ ഡിസ്പ്ലേയിലേക്ക് ട്രൂ ടോൺ റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യാം. റൈറ്റ് ആക്കിയതിനു ശേഷം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പുതിയ ഡിസ്പ്ലേയിലേക്ക് ട്രൂ ടോൺ റൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ അൺനോൺ മെസ്സേജ് റിമൂവ് ചെയ്യലാണ്. അതിനായിട്ട് നമ്മൾ ഓൾഡ് ഡിസ്പ്ലേയിലെ ഐസിനെ റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് ന്യൂ ഡിസ്പ്ലേയിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമുക്കിതൊന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ ഫോണിൻ്റെ എല്ലാ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.